നിങ്ങളുടെ കുട്ടി പുതിയൊരു സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കിനും അവരുമായിട്ട് മിങ്കിൾ ആവാനായിട്ട് ടൈം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ആ ഒരു സമയത്ത് കുട്ടിക്ക് കോൺഫിഡൻസ് കുറവാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. എല്ലാ പേരൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വളർന്നു വരണമെന്ന്. പക്ഷേ അതൊരിക്കലും അവരുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്തുകൊണ്ടാവരുത്. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലേ. ചില കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ചില കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ടൈം അതിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. ആദ്യം അവർ ഒബ്സർവ് ചെയ്യും, പിന്നെ അവർ സേഫാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. അതിനോടൊപ്പം തന്നെ അവരെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ അവർക്ക് ഉണ്ടാവുമ്പോഴാണ് പതുക്കെ പതുക്കെ അവർ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പേരൻസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികളിൽ കോൺഫിഡൻസ് വളരുന്നത് ഒരിക്കലും നമ്മൾ പ്രഷറൈസ് ചെയ്യുമ്പോഴല്ല. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവരുടെ ഈ ഒരു കോൺഫിഡൻസ് കൂടുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഒരുക്കി കൊടുക്കുന്നതും നമ്മൾ മറ്റുള്ളവരോട് നല്ല ഫ്രീ ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുന്നതും, അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ കോൺഫിഡൻസ് കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്.